നമസ്കാരം. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് കുറച്ച് ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ്. തലച്ചോറിൻ്റെ ഏതു ഭാഗമാണ് ശ്വസനത്തെ നിയന്ത്രിക്കുന്നത്? തലച്ചോറിൻ്റെ ഏതു ഭാഗമാണ് ശ്വസനത്തെ നിയന്ത്രിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തലച്ചോറിനകത്ത് സെറിബ്രം, സെറിബെല്ലം, മെഡുള്ള ഒബ്ലാങ്കേറ്റ എന്നിങ്ങനെ കുറച്ച് ഹൈപ്പോതലാമസ് ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അതിൽ സെറിബ്രമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞു. സെറിബെല്ലം തുലനനിലയെ കൺട്രോൾ ചെയ്യുന്നു. മെഡുള്ള ഒബ്ലാങ്കേറ്റ അനൈച്ഛിക പ്രവർത്തനങ്ങളെ, നമ്മുടെ കൺട്രോളിലല്ലാത്ത പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് മെഡുള്ള ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നു. ശ്വസനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. സോ മെഡുള്ള ഒബ്ലാങ്കേറ്റയാണ് അതിൻ്റെ ആൻസർ. ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? കോശദ്രവ്യം, മൈറ്റോകോൺട്രിയ, ന്യൂക്ലിയസ്, റൈബോസോം. അപ്പോൾ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ആൻസർ കോശദ്രവ്യത്തിൽ വെച്ചിട്ടാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്രെബ്സ് പരിവർത്തി നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ക്രെബ്സ് പരിവർത്തി. ഓപ്ഷൻസ് കോശദ്രവ്യം, പ്രോട്ടോപ്ലാസം, മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡീസ് അല്ലെങ്കിൽ ഗോൾഗി വസ്തുക്കൾ. ക്രെബ്സ് പരിവർത്തി നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് ക്രെബ്സ് പരിവർത്തി നടക്കുന്നത്. ഊർജ്ജ വിനിമയത്തിലെ കറൻസി എന്നറിയപ്പെടുന്നത് എന്താണ്? ഊർജ്ജ വിനിമയത്തിലെ കറൻസി എന്നറിയപ്പെടുന്നത് എന്താണ്? ഊർജ്ജ വിനിമയത്തിലെ കറൻസി ATP ആണോ, NADH ആണോ, റൈബോസോം ആണോ, മൈറ്റോകോൺട്രിയ ആണോ? അപ്പം ഊർജ്ജ വിനിമയത്തിലെ കറൻസി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ A ആണ്, ATP. കോശശ്വസന ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന് എത്ര ഊർജ്ജം ലഭിക്കുന്നു? കോശശ്വസനത്തിൻ്റെ ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന് എത്ര ഊർജ്ജമാണ് റിലീസ് ആകുന്നത്, അല്ലെങ്കിൽ എത്ര ഊർജ്ജമാണ് ലഭിക്കുന്നത്? 2 ATP, 36 ATP, 38 ATP, 18 ATP. ഇതിൽ എത്ര ഊർജ്ജമാണ് ഒരു കോശശ്വസന ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന് ഊർജ്ജം ലഭിക്കുന്നത്? ശ്വസന ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന് ലഭ്യമാകുന്ന ഊർജ്ജം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 ATP ആണ്. 36 ATP ആണ് ഊർജ്ജമാണ് നമുക്ക് ലഭിക്കുന്നത്. ഔരസാശയത്തെയും ഉദരാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്നത് ഭാഗം ഏതാണ്? അടുത്ത ക്വസ്റ്റ്യനാണ്, ഔരസാശയത്തെയും ഉദരാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്നത് ഏതാണ്? ഔരസാശയത്തെയും ഉദരാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്നത് ഓപ്ഷൻ A ഡയഫ്രം, ട്രക്കിയ, ശ്വാസകോശം, ത്വക്ക്. ഔരസാശയത്തെയും ഉദരാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് ഓപ്ഷൻ A ഡയഫ്രം. അമീബയിലെ ശ്വസന പ്രതലം ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ, അമീബയിലെ ശ്വസന പ്രതലം ഏതാണ്? അമീബയിലെ ശ്വസന പ്രതലം ഓപ്ഷൻസ് ശ്വസനകോശം, ട്രക്കിയ, നാസാരന്ധ്രങ്ങൾ, കോശസ്താരം. അപ്പോൾ ഇത് കണ്ടിട്ട് മനസ്സിലാവും, കോശസ്താരമാണ് അമീബയിലെ ശ്വസന പ്രതലം, കോശസ്താരം ആണ്. ബുക്ക് ലെങ്സ് കാണപ്പെടുന്ന ജീവി ഏതാണ്? ബുക്ക് ലെങ്സ് കാണപ്പെടുന്ന ജീവി. ബുക്ക് ലെങ്സ് കാണപ്പെടുന്നത് എവിടെയാണ്? ബുക്ക് ലെങ്സ് കാണപ്പെടുന്ന ജീവി പാറ്റയുണ്ട്, തേനീച്ചയുണ്ട്, പല്ലിയുണ്ട്, തേളുണ്ട്. ബുക്ക് ലെങ്സ് കാണപ്പെടുന്ന ജീവി ഏതാണ്? പാറ്റ, തേനീച്ച, തേൾ, പല്ലി. ഇതിൽ തേളിലാണ് ബുക്ക് ലെങ്സ് കാണപ്പെടുന്നത്. ബുക്ക് ലെങ്സ് കാണപ്പെടുന്നത് തേളിലാണ്, തേൾ. അടുത്ത ക്വസ്റ്റ്യൻ, ആന്തരശകുലങ്ങൾ കാണപ്പെടുന്ന ജീവി ഏതാണ്? ആന്തരശകുലങ്ങൾ കാണപ്പെടുന്ന ജീവിയാണ് മത്സ്യം, വാൽമാക്രി, ലാർവകൾ, മനുഷ്യൻ. ഇതിലേതാണ് ആന്തരശകുലങ്ങൾ കാണപ്പെടുന്ന ജീവി? ആന്തരശകുലങ്ങൾ കാണപ്പെടുന്ന ജീവി മത്സ്യമാണ് ആന്തരശകുലങ്ങൾ കാണപ്പെടുന്ന ജീവി. അടുത്ത ക്വസ്റ്റ്യൻ, ശ്വാസകോശത്തിൻ്റെ ആവരണം പെരിക്കാർഡിയം, പ്ലൂറ, ത്വക്ക്, കോശസ്തരം. ശ്വാസകോശത്തിൻ്റെ ആവരണമാണ് പെരിക്കാർഡിയം, പ്ലൂറ, ത്വക്ക്, കോശസ്തരം. ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ B ആണ്, പ്ലൂറയാണ് ശ്വാസകോശത്തിൻ്റെ ആവരണം. നിശ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്ര ശതമാനം? നിശ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് 3%. നിശ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്. ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം എത്ര? ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ A ആണ്, 2 ആണ് ആൻസർ. ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം 2 ആണ്. മനുഷ്യൻ്റെ ടൈഡൽ വോളിയം എത്ര? മനുഷ്യൻ്റെ ടൈഡൽ വോളിയം എയർ ഫില്ല് ചെയ്ത് വയ്ക്കാനുള്ള കപ്പാസിറ്റി. മനുഷ്യൻ്റെ ടൈഡൽ വോളിയം എത്രയാണ്? മനുഷ്യൻ്റെ ടൈഡൽ വോളിയം 1/2 ലിറ്ററാണ്, 1/2 ലിറ്റർ. ആന്തരിക ഉദ്ദീപനത്തിന് ഉദാഹരണമാണ് രോഗാണു സംക്രമണമാണ് ആന്തരിക ഉദ്ദീപനത്തിന് ഉദാഹരണം. ക്ഷയരോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മാണു ഏത്? ക്ഷയരോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മാണു ബാക്ടീരിയയാണ്. സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ബ്രോങ്കൈറ്റിസ് ആണ് സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം. നാഡീകോശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് സിനാപ്സ്. അറിയാം, സിനാപ്സ് ആണ് നാഡീകോശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്തിൻ്റെ പേര് സിനാപ്സ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആക്സോണിൻ്റെ അഗ്രഭാഗത്തുള്ള പ്രീ സിനാപ്റ്റിക് മുഴകൾ സ്രവിപ്പിക്കുന്ന രാസവസ്തുക്കളാണ്. ആക്സോണിൻ്റെ അറ്റത്തുള്ള പ്രീ സിനാപ്റ്റിക് നോബ്സ് സ്രവിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് അസറ്റൈൽ കൊളിൻ എന്ന രാസവസ്തുക്കളാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റിഫ്ലക്സ് പ്രവർത്തനത്തിൽ ഉദ്ദീപനത്തിൻ്റെ സഞ്ചാരപഥം അറിയപ്പെടുന്ന പേരാണ് റിഫ്ലക്സ് ആർക്ക് ആണ് സഞ്ചാരപഥത്തിന് പറയുന്ന പേര്.